ഹായ് സാപ്പിയൻസ്, വെൽക്കം ടു ഹ്യൂമാനിറ്റാസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് +2 സോഷ്യോളജി ഇന്ത്യൻ സൊസൈറ്റിയിലെ ചാപ്റ്റർ 2 ആയ ദ ഡെമോഗ്രാഫിക് സ്ട്രക്ചർ ഓഫ് ദ ഇന്ത്യൻ സൊസൈറ്റിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കായിട്ടുള്ള സം തിയറീസ് ഓഫ് ഡെമോഗ്രഫിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സം തിയറീസ് ഓഫ് ഡെമോഗ്രഫി. ഇതിൽ നമ്മൾ കുറച്ച് കോൺസെപ്റ്റിനെയും പറ്റി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 തിയറികളാണ്, ഡെമോഗ്രഫിയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 തിയറികളാണ് നമ്മളിവിടെ പറയുന്നത്. ദ വെരി first one is that the Malthusian theory of population growth, and the second one ഇതാണ് തോമസ് റോബർട്ട് മാൽത്യൂസ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ തിയറിയാണ് നമുക്ക് ആദ്യം പഠിക്കാനായിട്ടുള്ളത്. രണ്ടാമത്തെ തിയറിയാണ് ദ തിയറി ഓഫ് ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 തിയറിയും എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്? തിയറി ഓഫ് സം തിയറീസ് ഇൻ ഡെമോഗ്രഫിയാണ്. അപ്പോൾ ഡെമോഗ്രഫി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള തിയറികളാണ്. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഡെമോഗ്രഫി എന്ന് അറിഞ്ഞാൽ മാത്രമേ അതിനെപ്പറ്റി പറയുന്ന തിയറികൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മനസ്സിലാക്കിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. സോ വാട്ട് ഈസ് ഡെമോഗ്രഫി? ഓക്കെ, അപ്പോൾ സോഷ്യോളജി എന്താണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമുക്ക് പറയാൻ പറ്റും ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് ദി സൊസൈറ്റി എന്ന് നമുക്ക് പറയാം. അതേപോലെ തന്നെ ഡെമോഗ്രഫി എന്താണെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റിയൊരു ഉത്തരമാണ് ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് ദ പോപ്പുലേഷൻ്റെ ഒരു സിസ്റ്റമാറ്റിക് സ്റ്റഡിയാണ് എന്തെന്ന് പറയുന്നത്, ഡെമോഗ്രഫി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡെമോഗ്രഫി എന്ന് പറയുന്ന വാക്ക് ഒരു ഗ്രീക്ക് വേർഡാണ്. ഇത് ആക്ച്വലി 2 ഗ്രീക്ക് വേർഡ് ചേർന്നിട്ടുണ്ടായ ഒരു സംഭവമാണ് ഈ ഡെമോഗ്രഫി എന്ന് പറയുന്നത്. എന്താണ് ആ 2 ഗ്രീക്ക് വേർഡ്സ് എന്ന് പറയുന്നത്? ദ വെരി ഫസ്റ്റ് വൺ ഈസ് ഡെമോസ്. ആയത് ഡെമോസ് എന്നാണ്. രണ്ടാമത്തെ വേർഡ് എന്ന് പറയുന്നത് ഗ്രഫിയൻ ആണ്. ഫസ്റ്റ് വേർഡ് ഡെമോസും രണ്ടാമത്തും ഗ്രഫിയനും. അപ്പോൾ ഈ 2 വേർഡും കൂടെ ചേർന്നിട്ടാണ് ഡെമോഗ്രഫി എന്ന് പറയുന്ന ഒരു വേർഡ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വേർഡ് ഈസ് ഡെമോസ് ആൻഡ് സെക്കൻഡ് വേർഡ് ഈസ് ഗ്രഫിയൻ. അപ്പോൾ ഈ ഡെമോസ് എന്ന് പറയുന്നതും ഗ്രഫിയൻ എന്ന് പറയുന്നതും 2 ഗ്രീക്ക് വേർഡ്സ് ആണ്. അപ്പോൾ 2 ഗ്രീക്ക് വേർഡ്സ്, ഈ 2 ഗ്രീക്ക് വേർഡ്സിൽ നിന്ന് ചേർന്നിട്ടാണ് നമുക്ക് ഈ ഡെമോഗ്രഫി എന്ന് പറയുന്ന ഒരു വേർഡ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഡെമോസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ആരുമല്ല, പീപ്പിളാണ്. അപ്പോൾ ഡെമോസിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് എന്താണ്? പീപ്പിളാണ്. അപ്പോൾ ഗ്രഫിയൻ എന്ന് പറയുമ്പോൾ എന്താണ് എക്സ്പ്ലെയിൻ അല്ലെങ്കിൽ ഡിസ്ക്രൈബ് എന്ന് പറയുന്നതാണ് ഗ്രഫിയൻ്റെ അർത്ഥം. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് ഡിസ്ക്രൈബ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡിസ്ക്രൈബ് തന്നെ എഴുതാം. അപ്പോൾ ഡെമോസ് എന്ന് പറയുമ്പോൾ പീപ്പിൾ എന്ന്, ഗ്രഫി എന്ന് പറയുന്ന ഡിസ്ക്രൈബ് എന്ന് പറയുന്ന ഈ 2 വാക്കിൽ നിന്നാണ് ഡെമോഗ്രഫി എന്ന് പറയുന്ന സംഭവം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഡെമോഗ്രഫി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല, ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് ദി പോപ്പുലേഷൻ്റെ സിസ്റ്റമാറ്റിക് സ്റ്റഡിയാണ് എന്തെന്ന് പറയുന്നത്, ഡെമോഗ്രഫി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ തിയറിയാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഡെമോഗ്രഫി എന്ന് പറയുന്നത് 2 ടൈപ്സ് ഓഫ് ഡെമോഗ്രഫി ഉണ്ട്. ഏതൊക്കെയാണ് 2 ടൈപ്സ് ഓഫ് ഡെമോഗ്രഫി എന്ന് പറയുന്നത്? ഫസ്റ്റ് വൺ ആണ് ഫോർമൽ ഡെമോഗ്രഫിയും സെക്കൻഡ് വൺ എന്താണ്, സോഷ്യൽ ഡെമോഗ്രഫിയും. ഓക്കെ, അപ്പോൾ ഈ 2 ടൈപ്സ് ഓഫ് ഡെമോഗ്രഫി ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ സ്റ്റഡി ഓഫ് ഡെമോഗ്രഫിയിൽ എന്താണ് ഇതിനകത്ത് നമ്മൾ പഠിക്കുന്നത്? ഈ ചേഞ്ച് ഇൻ പോപ്പുലേഷൻ സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് പോപ്പുലേഷൻ ആണ്. അപ്പോൾ പോപ്പുലേഷനിൽ വരുന്ന വ്യത്യാസങ്ങൾ, ചേഞ്ച് ഇൻ പോപ്പുലേഷൻ, അതിൽ വരുന്ന സൈസ്, അതോടൊപ്പം തന്നെ പാറ്റേൺ, ഈ ബർത്ത് റേറ്റ്, ഡെത്ത് റേറ്റ് എന്നൊക്കെ പറയുന്നതും, മൈഗ്രേഷൻ, അപ്പോൾ എത്ര പേര് മരിച്ചു, എത്ര പേരാണ് ജനിച്ചത്, മൈഗ്രേഷൻ, എത്ര പേര് ഇവിടുന്ന് മൈഗ്രേറ്റ് ആയിപ്പോയി അല്ലെങ്കിൽ എത്ര പേര് ഇങ്ങോട്ട് മൈഗ്രേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കോമ്പോസിഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, എത്ര നമ്പർ ഓഫ് മെയിൽസ് ഉണ്ട്, എത്ര നമ്പർ ഓഫ് ഫീമെയിൽസ് ഉണ്ട്, ഡിഫറെൻറ്റ് ഏജ് ഗ്രൂപ്പ്സിനെ പറ്റിയിട്ട് അവരുടെ നമ്പർ എത്രയാണ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാമാണ് നമ്മൾ ആക്ച്വലി ഡെമോഗ്രഫിയിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഡെമോഗ്രഫിനെ പറ്റിയിട്ട്. ഇനിയാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ള എന്ത് വരുന്നത്, സം തിയറീസ് ഓഫ് ഡെമോഗ്രഫിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 തിയറി ഓഫ് ഡെമോഗ്രഫി ഉണ്ട് നമുക്ക്. ദർ ആർ 2 തിയറീസ് ഓഫ് ഡെമോഗ്രഫി. നമുക്ക് മെയിനായിട്ട് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന 2 തിയറി ഓഫ് ഡെമോഗ്രഫിയാണ്. അതിൽ ഏറ്റവും ഫസ്റ്റ് വണ്ണായിട്ട് നമ്മളിവിടെ പറയുന്നത് ആരെയാണ്? ദ മാൽത്യൂസിയൻ തിയറി ഓഫ് പോപ്പുലേഷൻ ഗ്രോത്ത്. അപ്പോൾ ഈ ആദ്യത്തെ തിയറിയുടെ പേരാണ് എന്തെന്ന് പറയുന്നത്, മാൽത്യൂസിയൻ തിയറി ഓഫ് പോപ്പുലേഷൻ ഗ്രോത്ത്. നമുക്ക് അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് വായിച്ച് നോക്കാം. Okay, among the most famous theories of demography is the one associated with the English political economist തോമസ് റോബർട്ട് മാൽത്യൂസ്. അപ്പം ഈ ഡെമോഗ്രഫിയുടെ തിയറീസ് നമ്മളെടുത്ത് നോക്കുമ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒന്നാണ് ഈ റോബർട്ട് മാൽത്യൂസ് അല്ലെങ്കിൽ തോമസ് റോബർട്ട് മാൽത്യൂസിൻ്റെ മാൽത്യൂഷ്യൻ തിയറി എന്ന് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ തിയറി ആക്ച്വലി എന്താണ്? ഇത് ആക്ച്വലി ഒരു തിയറി ഓഫ് പോപ്പുലേഷൻ ഗ്രോത്ത് ആണ്. ഇത് ഇദ്ദേഹത്തിൻ്റെ എസ്സേ ഓൺ പോപ്പുലേഷൻ എന്ന് പറയുന്ന ഒരു ബുക്കിൽ ഇദ്ദേഹം കൊടുത്തിരിക്കുന്ന
ഒന്നാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു പെസിമിസ്റ്റിക് വൺ ആണെന്ന് പറയുന്നത്. എന്താണ് പെസിമിസ്റ്റിക് വൺ എന്ന് പറയുന്നത്? ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡാണ് ദാറ്റ് ഈസ് ഓൾവേസ് എക്സ്പെക്ടിങ് സംതിങ് റോങ് അല്ലെങ്കിൽ ബാഡ്, എപ്പോഴും എന്തെങ്കിലും മോശം, എന്തെങ്കിലും പോസിറ്റീവ് അല്ലാതെ എല്ലാം നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന ആ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിലാണ് നമ്മൾ പെസിമിസ്റ്റിക് വൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ തിയറിയും ഒരു പെസിമിസ്റ്റിക് വൺ ആണ്. ഹി ആർഗ്യൂഡ് ദാറ്റ് ഹ്യൂമൻ പോപ്പുലേഷൻ ടെൻഡ് ടു ഗ്രോ അറ്റ് മച്ച് ഫാസ്റ്റർ റേറ്റ് ദാൻ ദി റേറ്റ് അറ്റ് വിച്ച് ദ മീൻസ് ഓഫ് ഹ്യൂമൻ സബ്സിസ്റ്റൻസ്, അതായത് നമ്മുടെ ഫുഡ്, ക്ലോത്തിങ് ആൻഡ് അതർ അഗ്രികൾച്ചർ ബേസ്ഡ് പ്രോഡക്ട്സ് ക്യാൻ ഗ്രോ. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് വേറെ ഒന്നുമല്ല, രണ്ട് കാര്യങ്ങളാണ് ഇദ്ദേഹം ഇവിടെ എടുത്ത് പറയുന്നത്. എന്തൊക്കെയാണ് ആ രണ്ട് കാര്യങ്ങളെന്ന് പറയുന്നത്? ദ വെരി ഫസ്റ്റ് വൺ ഈസ് ഹ്യൂമൻ പോപ്പുലേഷൻ, അതായത് ഹ്യൂമൻ പോപ്പുലേഷനാണ് ആദ്യത്തെ കാര്യം. ഓക്കെ, പോപ്പുലേഷൻ. അപ്പോൾ ഈ പോപ്പുലേഷനെ മറ്റെന്തോ ആയിട്ടാണ് ഇദ്ദേഹം പറയുന്നത്, വേറെ ഒന്നുമല്ല, ഹ്യൂമൻ സബ്സിസ്റ്റൻസ്. എന്തുമായിട്ടാണ്? നമുക്ക് സബ് എന്ന് എഴുതാം അല്ലേ, ഹ്യൂമൻ സബ്സിസ്റ്റൻ്റ് ആയിട്ടാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പോൾ എന്താണ് ഹ്യൂമൻ സബ്സിസ്റ്റൻസ് എന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. അതായത് ഹ്യൂമന് സർവൈവ് ചെയ്യാനായിട്ട് വേണ്ടിയിട്ടുള്ള ബേസിക് ഐറ്റംസ് ആണ് നമ്മുടെ ഫുഡ്, വാട്ടർ, ക്ലോത്തിങ്, ഈ അഗ്രികൾച്ചർ ബേസ്ഡ് പ്രോഡക്ട്സ്, റൈസ് ആവാം, അങ്ങനത്തെ പല കാര്യങ്ങൾ അല്ലേ, അതൊക്കെയാണ് ഹ്യൂമൻ സബ്സിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ തിയറി പ്രകാരം ഇദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹ്യൂമൻ്റെ പോപ്പുലേഷൻ്റെ ആ ഒരു ഇൻക്രീസ് അത് എന്തിനേക്കാട്ടും കൂടുതലാണെന്ന് പറയുന്നത്, ഈ ഹ്യൂമൻ സബ്സിസ്റ്റൻസിനെക്കാട്ടും കൂടുതലാണ്. അതായത് ഹ്യൂമണിന് സർവൈവ് ചെയ്യാനായിട്ട് എന്ത് വേണം, നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ഓർത്താൽ മതി, ഹ്യൂമണിന് സർവൈവ് ചെയ്യാനായിട്ട് കുറേ ഫുഡ് പ്രോഡക്ട്സ് അല്ലെങ്കിൽ ക്ലോത്തിങ് അങ്ങനത്തെ കാര്യങ്ങൾ വേണം. അതാണ് നമ്മളുടെ ഈ ചെറിയ ചെറിയ സാധനങ്ങൾ, ഇത് നമ്മളുടെ ഹ്യൂമൻ. അപ്പോൾ ഇതിൻ്റെ വളർച്ചയെക്കാട്ടും കൂടുതൽ, ഇതിൻ്റെ വളർച്ച ഭയങ്കര കുറവാണ്, ഇതിനെക്കാട്ടും കൂടുതലാണ് ഹ്യൂമൻ പോപ്പുലേഷൻ. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഹ്യൂമൻസ് കുറേ ഇങ്ങനെ ഉണ്ടാവുകയാണ്, പക്ഷെ അവർക്ക് സർവൈവ് ചെയ്യാനായിട്ട് ഈ സബ്സ്റ്റൻസസ് ഒന്നും ഇവിടെ ഇല്ല. അപ്പോൾ അത് എന്തിലേക്ക് നയിക്കുമെന്നാണ് ഇദ്ദേഹം പറയുന്നത്? പോവർട്ടിയിലോട്ട് നയിക്കുമെന്നാണ് ഇദ്ദേഹം പറയുന്നത്. പോവർട്ടിയിലോട്ട് ഇത് കൊണ്ടു ചെല്ലുമെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഓക്കെ, while population rise in geometric progression like 2, 4, 8, 16, 32 etc. അതോടൊപ്പം തന്നെ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ ക്യാൻ ഓൺലി ഗ്രോ ഇൻ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. അപ്പോൾ ഈ ജോമെട്രിക്കൽ പ്രോഗ്രഷൻ എന്ന് പറയുന്നതും അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുന്നത് രണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് എന്ത് പ്രതീക്ഷിക്കാം? യെസ്, വൺ വേർഡ് ക്വസ്റ്റ്യൻ ഇവിടെ നിന്ന് എല്ലാ പ്രാവശ്യവും ചോദിക്കാറുണ്ട്. അപ്പോൾ വേറെ ഒന്നുമല്ല, ഇദ്ദേഹം പറയുന്നത് ഹ്യൂമൻ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ജിയോമെട്രിക് വണ്ണാണ്. അതായത് ഇന്ന് 2 ആണെങ്കിൽ നാളെ 4, അപ്പോൾ നാളെ 4 ആണെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള ദിവസം 8. അപ്പോൾ എന്തോരമാണ് ഇൻക്രീസ് ആയിട്ടിരിക്കുന്നത്? ഇതിനാണ് നമ്മൾ ജിയോമെട്രിക് പ്രോഗ്രഷൻ എന്ന് പറയുന്നത്. ഇത് പോപ്പുലേഷനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇതാണ് ജിയോമെട്രിക് പ്രോഗ്രഷൻ. അപ്പോൾ ഈ പോപ്പുലേഷൻ ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നതും അതോടൊപ്പം തന്നെ ഈ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ ഉണ്ടല്ലോ, അപ്പോൾ ഹ്യൂമന് സർവൈവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ്റെ ആവശ്യമാണ്, ആ ഒരു പ്രൊഡക്ട്സിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രോഗ്രഷൻ എന്ന് പറയുന്നത് അരിത്തമെറ്റിക് പ്രോഗ്രഷനാണ്. എന്താണ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ? ഓക്കെ, അരിത്തമെറ്റിക് പ്രോഗ്രഷനാണ് എന്തിനുള്ളതെന്നാണ് പറയുന്നത്? നമ്മളുടെ അഗ്രികൾച്ചർ പ്രൊഡക്ട്സ് ഉള്ളത്. അതായത് ഇന്ന് 2 ആണെന്നുണ്ടെങ്കിൽ നാളെ 4, പിന്നെ അത് 6, 8 അങ്ങനെ പതിയെ കൂടുന്നത്. ഇപ്പോൾ 8 ആണെങ്കിൽ നാളെ എന്തായിരിക്കും? 16 ആയിരിക്കും. അപ്പോൾ ഇതാണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ ഇത് നമുക്ക് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ജിയോമെട്രിക് പ്രോഗ്രഷനാണ് ഏറ്റവും കൂടുതൽ. ഹ്യൂമൻ പോപ്പുലേഷൻ ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്യുന്നു, പക്ഷേ എന്താണ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ, അതായത് നമ്മുടെ അഗ്രികൾച്ചർ പ്രൊഡക്ട്സിന് വളരെ താമസിച്ച്, വളരെ പതിയെ മാത്രമാണ് അതിന് ഒരു പ്രൊഡക്ഷൻ അല്ലെങ്കിൽ അത് ഗ്രോത്ത് ഉണ്ടാവുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. Because population growth always outstrips growth in production of subsistence resources, the only way to increase prosperity, and prosperity increase ചെയ്യാൻ ഒരേ ഒരു വഴിയുള്ളൂ ഈസ് ബൈ കൺട്രോളിങ് the growth of population. അതായത് എന്താണ്, അപ്പോൾ ഇങ്ങനെ നിലനിർത്താനായിട്ട് എല്ലാവർക്കും ബാലൻസ് ചെയ്ത് എല്ലാവർക്കും കിട്ടണം എന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മുടെ കയ്യിൽ കുറച്ച് അഗ്രികൾച്ചർ പ്രൊഡക്ട്സ് മാത്രമേ ഉള്ളൂ, അത് ഇത്രയും പോപ്പുലേഷൻ കിട്ടണമെങ്കിൽ എന്ത് ചെയ്തിട്ട് കാര്യമുള്ളൂ? യെസ്, ആ പോപ്പുലേഷൻ ഗ്രോത്തിനെ നമ്മൾ കൺട്രോൾ ചെയ്യുക തന്നെ കാര്യമുള്ളൂ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എന്താ സംഭവിക്കുന്നത്? ഹ്യൂമാനിറ്റി ഹാസ് ഓൺലി എ ലിമിറ്റഡ് എബിലിറ്റി ടു വോളണ്ടറി reduce the growth of population. അപ്പോൾ ഈ പോപ്പുലേഷൻ കുറയ്ക്കണം, അതാണ് നമ്മുടെ ഇവിടുത്തെ പ്രശ്നം. പോപ്പുലേഷൻ ഗ്രോത്ത് നമ്മൾ എന്ത് ചെയ്യണം? കുറയ്ക്കണം. അപ്പോൾ അങ്ങനെ കുറയ്ക്കാനായിട്ട് നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ അത് എന്തൊക്കെയാണ് ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ? ദ വെരി ഫസ്റ്റ് വൺ ഈസ് പ്രിവെൻറ്റീവ് ചെക്സ്, രണ്ടാമത്തെ പോസിറ്റീവ് ചെക്സ്. ഓക്കെ, അപ്പോൾ എന്താണ് പ്രിവെൻറ്റീവ് ചെക്സ്, എന്താണ് പോസിറ്റീവ് ചെക്സ് നമുക്ക് നോക്കാം. പ്രിവെൻറ്റീവ് ചെക്സ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, പോസ്റ്റ്പോണ്ടിങ് മാരേജ് ഓർ പ്രാക്ടീസിങ് സെക്ഷൽ അബ്സിസ്റ്റൻസ് ഓർ സെലിബസി, അതായത് എന്താണ് കല്യാണം നീട്ടിവെക്കുക അല്ലെങ്കിൽ എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രിവെൻറ്റീവ് ചെക്സ്. പോസിറ്റീവ് ചെക്സ് എന്ന് പറയുമ്പോഴേക്കും എന്താണ് മാത്യൂസ് പറയുന്നതാണ്, മാത്യൂഷൻ തിയറിയാണല്ലോ നമ്മൾ ഡിസ്കസ് ചെയ്തത്. പോസിറ്റീവ് ചെക്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഹ്യൂമൻ പോപ്പുലേഷൻ എന്താണ് തനിയെ അത് റെഡ്യൂസ് ആകും. എന്തുമൂലം? ഈ ഡിസാസ്റ്റർ, ഫമീൻ പോലത്തെ കാര്യങ്ങളൊക്കെ വന്നിട്ട് കുറേ ആളുകൾ മരിച്ചു പോകുമല്ലോ, അപ്പോൾ അതിനാണ് ഇദ്ദേഹം പോസിറ്റീവ് ചെക്സ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ വെച്ചിട്ടാണ്, രണ്ട് കാര്യങ്ങൾ
ിലൂടെയാണ് നമുക്ക് പോപ്പുലേഷൻ റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നതെന്നാണ് നമ്മുടെ മാത്യൂസ് പറയുന്നത്. അപ്പോൾ മാത്യൂസ് തിയറി വാസ് ഇൻഫ്ലുവൻഷ്യൽ ഫോർ എ ലോങ് ടൈം. കുറേ നാളത് ഭയങ്കര ഇൻഫ്ലുവൻഷ്യലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ബട്ട് ഇറ്റ് വാസ് ഓൾസോ ചലഞ്ചഡ് ബൈ തിയറിസ്റ്റ്. അപ്പോൾ കുറേ തിയറിസ്റ്റുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിനെ ചലഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹം ഒരാൾ ഇങ്ങനൊരു തിയറി പറയുമ്പോഴേക്കും കുറച്ച് നാളത് എന്തായിരുന്നു, നല്ല വലിയ ഇതായിട്ട് എല്ലാവരും വിശ്വസിച്ചു, അല്ലെങ്കിൽ അവരങ്ങനെ എടുക്കുമായിരുന്നു. പിന്നെ ഇതാണ് നമ്മുടെ തോമസ് റോബർട്ട് മാത്യൂസ് എന്ന് പറയുന്നത് അല്ലേ. യെസ്. അപ്പോൾ കുറേ നാളത് ഭയങ്കര ഇൻഫ്ലുവൻഷ്യലായിരുന്നു. പക്ഷേ പിന്നീട് ഒരു 19th സെഞ്ച്വറി അല്ലെങ്കിൽ ഒരു 20th സെഞ്ച്വറിയുടെ ഒരു തുടക്കവും 19th സെഞ്ച്വറിയുടെ ആ ഒരു അവസാനമൊക്കെ വന്ന സമയത്ത് കുറേ ആൾക്കാർ ഇത് തെറ്റാണ്, ഇദ്ദേഹം പറയുന്നത് തെറ്റാണ്. കാരണം ഈ കുറേ യൂറോപ്യൻ കൺട്രീസിനെയൊക്കെ അനലൈസ് ചെയ്തിട്ട് ഇദ്ദേഹം പറയുന്നത് തെറ്റാണ് പ്രൂവ് ചെയ്യിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടാണ് പ്രൂവ് ചെയ്തത്? മാത്യൂസ് പ്രഡിക്ഷൻസ് വേർ പ്രൂവഡ് ഫോൾസ് ബിക്കോസ് both the food and production standards of living continue to rise despite the growth of population growth. അതായത് ഈ വെറുതെ ആൾക്കാരുടെ ഇത് മാത്രമല്ല കൂടിക്കൊണ്ടിരിക്കുന്നത്, അതിനോടൊപ്പം തന്നെ എന്തിൻ്റെയും കൂടി ഇൻക്രീസ് ഉണ്ട് എന്ന് മനസ്സിലായി. യെസ്, പ്രൊഡക്ഷനും ഇൻക്രീസ് ഉണ്ട്, പോപ്പുലേഷനും ഇൻക്രീസ് ഉണ്ട്. അപ്പോൾ നേരത്തെ അദ്ദേഹം പറഞ്ഞത് നേരെ തിരിച്ചാണല്ലേ. പതിയെ മാത്രമേ അഗ്രികൾച്ചർ പ്രൊഡക്ട്സ് വരുന്നുള്ളൂ, ഹ്യൂമൻ പോപ്പുലേഷൻ ഭയങ്കരമായിട്ട് വലുതാവുന്നു. പക്ഷേ അവിടെ ആ യൂറോപ്യൻ കൺട്രീസിൽ അവരിങ്ങനെ ഒരു അനലൈസ് അല്ലെങ്കിൽ സർവേ ഒക്കെ നടത്തി അവർ നോക്കുമ്പോഴേക്കും ഇത് രണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഇത്രയും വളർന്നു വരുന്ന പോപ്പുലേഷന് ഹാൻഡിൽ ചെയ്യാനായിട്ട് അത്രയും തന്നെ വളർന്നു വരുന്ന സബ്സിസ്റ്റൻസും ഉണ്ട് എന്ന് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ മാത്യൂസ് വാസ് ഓൾസോ ക്രിട്ടിസൈസ്ഡ് ബൈ ലിബറൽ ആൻഡ് മാർക്സിസ്റ്റ് സ്കോളേഴ്സ് ഫോർ അസർട്ടിംഗ് ദാറ്റ് പോവർട്ടി വാസ് കോസ്ഡ് ബൈ പോപ്പുലേഷൻ ഗ്രോത്ത്. അപ്പോൾ മാത്യൂസ് ആക്ച്വലി എന്താണ് പറഞ്ഞു വെക്കുന്നത്? പോവർട്ടി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാകുന്നത് എന്ത് മൂലമാണ്? യെസ്, പോപ്പുലേഷൻ്റെ ഒരു ഗ്രോത്ത് മൂലമാണ് പോവർട്ടി ഉണ്ടാകുന്നതെന്നാണ് മാത്യൂസ് പറഞ്ഞത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ പറച്ചിലിനെ ബാക്കി എല്ലാവരും എന്താണ് ക്രിട്ടിസൈസ് ചെയ്യുകയാണ്. എന്നിട്ട് അവർ പറയുകയാണ് എന്താണ് ക്രിട്ടിസൈസ് ചെയ്യുന്ന ആളുകളാണ് ക്രിട്ടിക്സ്. അവർ പറയുകയാണ് ആർഗ്യൂഡ് ദാറ്റ് പ്രോബ്ലംസ് ലൈക്ക് പോവർട്ടി, സ്റ്റാർവേഷൻ. അപ്പോൾ ഈ പോവർട്ടി പോലെയുള്ളതും സ്റ്റാർവേഷൻ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്താണ്? അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്കണോമിക് റിസോഴ്സസ് റാദർ ദാൻ ബൈ പോപ്പുലേഷൻ ഗ്രോത്ത്. അപ്പോൾ ഒരിക്കലും ആൾക്കാരുടെ ആ ഒരു പോപ്പുലേഷൻ്റെ ഗ്രോത്ത് മൂലമല്ല ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. പക്ഷേ ആ പ്രശ്നങ്ങൾ പോവർട്ടിയും പിന്നെ കുറേ ആൾക്കാർക്ക് പട്ടിണിയായിട്ട് അവർ കിടക്കുന്ന സ്റ്റാർവേഷൻ ഒക്കെ ഉണ്ടാകുന്നത് അൺഈക്വലായിട്ട് ഈ എക്കണോമിക് റിസോഴ്സസ് ഉണ്ടല്ലോ നമ്മുടെ കയ്യിൽ, അത് എല്ലാവർക്കും ഈക്വൽ അല്ലാതെ അൺഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്ന് ക്രിട്ടിസൈസ് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ പറയുകയുണ്ടായിട്ടുണ്ട്. ആൻ അൺജസ്റ്റ് സോഷ്യൽ സിസ്റ്റം allowed a wealthy and privileged minority to live in luxury while the majority of people were forced to live in poverty. അപ്പോൾ എന്താ ഇവിടെ സംഭവിക്കുന്നത്? കുറച്ച് മൈനോറിറ്റി ആൾക്കാർ മാത്രം ഭയങ്കര ലക്ഷറിയസ് ലൈഫ് ലീവ് ചെയ്യുന്നു, പിന്നെ കുറേ മെജോറിറ്റി ആയിട്ടുള്ള ആൾക്കാർ എന്താണ്, അവർ ഇപ്പോഴും സ്റ്റിൽ പൂർ. അപ്പോൾ അങ്ങനെ റിച്ചർ ആർ ഗെറ്റിംഗ് റിച്ചർ വൈൽ പൂരർ ആർ ഗെറ്റിംഗ് പൂരർ. ഒന്നും കൂടി അവർ സ്റ്റാർവേഷനിലോട്ടും പോവർട്ടിലോട്ടും നയിക്കുകയാണ്. അപ്പോൾ മാത്യൂസ് പറഞ്ഞ തിയറി പ്രകാരം പോപ്പുലേഷനും അതോടൊപ്പം തന്നെ എന്തുമായിട്ടാണ് നമ്മൾ പറഞ്ഞത്? അഗ്രികൾച്ചർ പ്രൊഡക്ഷനുമായിട്ടാണ് നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പോൾ അതിനെ കുറേ പേര് ക്രിട്ടിസൈസ് ചെയ്തിട്ട് പറയുകയുണ്ടായി, അതൊന്നും കൊണ്ടല്ല, പോപ്പുലേഷൻ കൂടുന്നത് കൊണ്ടല്ല പോവർട്ടി ഉണ്ടാവുന്നത്, ഇങ്ങനെ അൺഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് കൊണ്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്ന് കുറേ ആൾക്കാർ അതിനെതിരായിട്ട് അതിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് പറയുകയും ഉണ്ടായി. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇദ്ദേഹമായ മാത്യൂസ് പറയുന്നത് അല്ലേ. മാത്യൂസ് എന്നത് തോമസ് റോബർട്ട് മാത്യൂസിൻ്റെ തിയറി പറയുന്നത് ഇത്രയും ആണ്. അപ്പോൾ ഇതാണ് ദ വെരി ഫസ്റ്റ് തിയറി ഓഫ് എന്താണ് ഡെമോഗ്രഫിയിൽ ആദ്യത്തെ തിയറിയാണ് മാത്യൂസിൻ തിയറി ഓഫ് പോപ്പുലേഷൻ ഗ്രോത്ത്. ഓക്കെ, അപ്പോൾ ഇതെന്താണെന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ പറ്റിയിട്ട് എഴുതാനായിട്ട് സാധിക്കും. ഇനിയാണ് നമുക്ക് സെക്കൻഡ് വൺ വരുന്നത് തിയറി ഓഫ് ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ. ഓക്കെ, അപ്പോൾ ഇതെന്തോ ട്രാൻസിഷൻ ഇവിടെ നടക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പം മറ്റേത് നമ്മുടെ മാത്യൂഷ്യൻ തിയറി പറഞ്ഞത് തോമസ് റോബർട്ട് മാത്യൂസ് ആണെങ്കിൽ തിയറി ഓഫ് ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ പറയുന്നത് ഇത് ആരുടെ തിയറിയാണിത്? കിങ്സ്ലി ഡേവിസ്. ഓക്കെ, കിങ്സ്ലി ഡേവിസ്. അപ്പോൾ ഇദ്ദേഹത്തിനെ പറ്റിയിട്ട് നമുക്ക് നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇദ്ദേഹമാണ് ഇത് പറഞ്ഞത് എന്നില്ലെങ്കിലും കിങ്സ്ലി ഡേവിസിൻ്റെയാണ് നമ്മളുടെ തിയറി ഓഫ് ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നേരത്തെ നമ്മൾ പോപ്പുലേഷനും അതോടൊപ്പം തന്നെ നമ്മളുടെ എന്തുമായിട്ടാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്? പ്രൊഡക്ഷൻ, അഗ്രികൾച്ചർ പ്രൊഡക്ഷനുമായിട്ടാണ്. എന്നാൽ ഇവിടെ നമ്മൾ പോപ്പുലേഷനും നമ്മുടെ ആ ഒരു എക്കണോമിക് ഡെവലപ്മെൻറ്റും തമ്മിലാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ആരൊക്കെ തമ്മിലാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്? പോപ്പുലേഷനും അതോടൊപ്പം തന്നെ എക്കണോമിക് ഡെവലപ്മെൻറ്റ് പറ്റിയാണ് നമ്മളിവിടെ സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അനദർ സിഗ്നിഫിക്കൻറ്റ് തിയറി ഇൻ ഡെമോഗ്രഫി ഈസ് എ തിയറി ഓഫ് ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ. ഓക്കെ, അത് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് നമുക്കത് എന്താണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു തിയറി ഓഫ് ഡെമോഗ്രാഫിക് ട്രാൻസിഷനകത്ത് അതെന്തോ ഒരു ട്രാൻസിഷൻ ഒക്കെയാണ് നടക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഈ തിയറി ഓഫ് ഡെമോഗ്രാഫിക് ട്രാൻസിഷനകത്ത് 3 സ്റ്റേജുകളാണ് ഉള്ളത്. ഓക്കെ, നമുക്കിതിനെ പറ്റിയിട്ട് നമുക്ക്
ഇവിടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്പേസ് കിട്ടും. ഓക്കെ, ഇത് വേറെ ടോപ്പിക്കാണ്, നമുക്ക് സ്ഥലത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. സൈഡിൽ ഇരിക്കുന്ന ഇന്ത്യ 2001 ഒന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, അപ്പോൾ 3 സ്റ്റേജിൽ നമുക്ക് ഇത് 3 സ്റ്റേജിലാണ് ഈ ഒരു ട്രാൻസിഷൻ, ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ ഒക്കെ ചെയ്യുന്നത്. അതിൽ 3 സ്റ്റേജാണെന്നുള്ളത്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുമ്പോഴത്തേക്കും അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസും, സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുമ്പോഴത്തേക്കും ഡെവലപ്പിംഗ് കൺട്രീസും, തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ഡെവലപ്ഡ് കൺട്രീസുമാണ്. അപ്പോൾ ഈ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, ഇവിടെ ഇത്തെ ഗ്രോത്ത് റേറ്റ് എങ്ങനെയാണ്, ഗ്രോത്ത് റേറ്റ് അല്ലെങ്കിൽ പോപ്പുലേഷനാണല്ലോ നമുക്ക് പറയാനായിട്ടുള്ളത്. അപ്പോൾ അണ്ടർ ഡെവലപ്ഡിലെ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ബർത്ത് റേറ്റ് നമുക്ക് B എന്നും ഡെത്ത് റേറ്റ് D എന്നും പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ ബർത്ത് റേറ്റ് നല്ല കൂടുതലായിരിക്കും, ഡെത്ത് റേറ്റും നല്ല കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ എന്താ സംഭവിക്കുന്നത്, ബർത്ത് റേറ്റ് കൂടാൻ കാരണം അണ്ടർ ഡെവലപ്ഡ് കൺട്രീസാണ്. അപ്പോൾ അവിടുത്തെ ആൾക്കാർക്ക് എന്തുണ്ടാവില്ല, അവർക്ക് നല്ലൊരു വിദ്യാഭ്യാസ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അണ്ടർ ഡെവലപ്ഡ് ആയതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നു, ഇങ്ങനെ കുറേ പോപ്പുലേഷൻ വന്നാൽ പ്രശ്നമാണെന്നൊന്നും അവർക്ക് അവെയർ ഇല്ല. അപ്പോൾ അവർ എന്ത് ചെയ്യുന്നു, കുറേ ബർത്ത് റേറ്റ് ഉണ്ടാകുന്നു. പിന്നെ അവിടെ എന്നാൽ ടെക്നോളജിക്കലി ബാക്ക്വേർഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇവർ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കുറേ പേര് ഇവിടെ മരിച്ചു പോവുകയുണ്ട്. ഇനി ഡെവലപ്പിംഗ് കൺട്രീസ് ലൈക്ക് ഇന്ത്യയാണ് ഡെവലപ്പിംഗ് കൺട്രീസിന് എക്സാമ്പിൾ. അപ്പോൾ ഈ ഡെവലപ്പിംഗ് കൺട്രീസിൽ എന്താ സംഭവിക്കുന്നത്, അപ്പോൾ ഇവിടുത്തെ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലായിരിക്കും. ഓക്കെ, സെക്കൻഡ് എന്ന് പറയുന്നതാണ് ഡെവലപ്പിംഗ് കൺട്രീസ്. അപ്പോൾ ഇതിന് എക്സാമ്പിളാണ് നമ്മളുടെ ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങൾ. അപ്പോൾ ഡെവലപ്പിംഗ് കൺട്രീസിൽ എന്താണ് നമ്മളുടെ ഈ ഒരു ഗ്രോത്ത് റേറ്റിൻ്റെ സ്ഥിതി എന്ന് നമുക്ക് നോക്കാം. അതായത് ഇവിടുത്തെ ബർത്ത് റേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് കൂടി തന്നെ നിൽക്കുകയാണ്. പിന്നെ കുറച്ച് ടെക്നോളജീസും കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണം പീപ്പിളിന് അവരുടെ ലൈഫ് എന്താണ് ഇങ്ങനെ മരിച്ചു പോകുന്ന ആൾക്കാരുടെ എണ്ണം കുറച്ച് അവരെ ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡെത്ത് റേറ്റ് എന്താണ് കുറവാണ്. പക്ഷെ എന്നാലും ബർത്ത് റേറ്റ് നല്ലോണം ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ GR എന്ന് പറയുന്നത് എന്താണ്, GR എന്ന് പറയുന്ന ഗ്രോത്ത് റേറ്റ് എന്നാണ് കൂടുതൽ തന്നെയാണ്. ഇനിയുള്ളതാണ് നമ്മൾ ഡെവലപ്ഡ് കൺട്രീസ്, അതായത് യൂറോപ്യൻ സ്റ്റേറ്റ്, അമേരിക്ക അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ എന്താ സംഭവിക്കുന്നത് നോക്കാം. ഇവിടെ എന്താണ് ബർത്ത് റേറ്റും ഡെത്ത് റേറ്റും ഡി ആണ് കേട്ടോ, അത് ഡെത്ത് റേറ്റ് എന്തായിരിക്കും, കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഗ്രോത്ത് റേറ്റ് ഒന്നുമില്ല, എല്ലാം നല്ല ബാലൻസ്ഡ് ആയിട്ട് നല്ല രീതിയിലായിരിക്കും എന്ത് ചെയ്യുന്നത് ഇവിടെ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ 3 സ്റ്റേജുകളെ പറ്റിയിട്ടാണ് എന്ത് ഡിസ്കസ് ചെയ്യുന്നത്, തിയറി ഓഫ് എന്താണ് ഡെമോഗ്രാഫിക് ട്രാൻസിഷനിൽ പറയുന്നത്. അപ്പോൾ ഈ 3 സ്റ്റേജുകളെ പറ്റിയിട്ടാണ് നമ്മൾ ഇതിനകത്ത് പറയുന്നത്. ആര് പറയുന്നത്, കിങ്സ്ലി ഡേവിസ് പറയുന്നത്. ഇനി നമുക്ക് തിരിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന തിയറിയിലൊക്കെ നമുക്ക് പോവാം. യെസ്, ഇവിടെയാണ്. ഓക്കെ, The third and last stage is also one of the low growth. നമ്മൾ ലോ ഗ്രോത്ത് ആണ് അവിടെ ഉണ്ടാവുന്നത്. നമ്മുടെ GR എന്ന് പറയുന്നത് അവിടെ കുറവായിരിക്കും. കാരണം എന്താണ്, ബർത്ത് റേറ്റും ഡെത്ത് റേറ്റും കുറവായത് കാരണം. In developed society where both death rate and birth rate have been reduced considerably and the difference between them is again small. ബിറ്റ്വീൻ ദീസ് 2 സ്റ്റേജസ്. അപ്പോൾ നമ്മൾ പറഞ്ഞ ആദ്യത്തെ സ്റ്റേജും നമ്മളുടെ സ്റ്റേജ് നമ്പർ 1. അപ്പോൾ ഈ ഒരു സ്റ്റേജ് നമ്പർ 1, 2, 3 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ആദ്യമേ സ്റ്റേജ് എന്നാണ് ഡിസ്കസ് ചെയ്തത്. ഇത് 3 സ്റ്റേജസ് എന്നാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ ഫസ്റ്റ് സ്റ്റേജ്, അതായത് ഈ ഡെവലപ്പ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്ന കൺട്രീസിൻ്റെ സ്റ്റേജും അതോടൊപ്പം തന്നെ നമ്മളുടെ തേർഡ് സ്റ്റേജ് ആയിട്ടുള്ള ഏത് സ്റ്റേജാണ് തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത്, യെസ് ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസ്. ഇതിന് ഇടയ്ക്കൊരു സ്റ്റേജ് ഉണ്ട്, നമ്മളുടെ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഈ സെക്കൻഡ് സ്റ്റേജിനകത്ത് ഒരു ട്രാൻസിഷൻ, ഇതിനെയാണ് നമ്മൾ ട്രാൻസിഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. നമുക്ക് ഡിസ്കസ് ചെയ്യാം, നമുക്ക് പതിയെ പറഞ്ഞു പോകാം അല്ലേ. ബിറ്റ്വീൻ ദീസ് 2 സ്റ്റേജസ് ഇസ് എ ട്രാൻസിഷൻ സ്റ്റേജ്. അപ്പോൾ ഇതിനെയാണ് ട്രാൻസിഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത്. ഇവനെയാണ് ട്രാൻസിഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, of movement from a backward to an advanced stage, and this stage is characterized by very high rates of growth population. അപ്പം എന്താണ് ഈ അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസ് ഡെവലപ്ഡ് കൺട്രീസ് ആകാൻ പോകുന്ന ആ ഒരു സമയമുള്ളത്, ഈ ഒരു സമയം അതാണ് ഈ 2 എന്ന് പറയുന്നത്, ഡെവലപ്പിംഗ് കൺട്രീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആയിരിക്കും ചിലപ്പോൾ അവിടെ ഒരു ഹൈ പോപ്പുലേഷൻ ഗ്രോത്ത് ഉണ്ടാകുന്ന സാധ്യത. നമ്മുടെ ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ പോപ്പുലേഷൻ ഹൈ ആണല്ലോ. യെസ്, ദിസ് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ happens because death rates are brought down relatively quickly through advanced methods of disease control. അപ്പോൾ ഈ ഒരു പാരഗ്രാഫ് ഡിസ്കസ് ചെയ്യുമ്പോഴേക്കും അത് ഇന്ത്യനെ പറ്റിയാണ് പറയുന്നത്. ജസ്റ്റ് നിങ്ങൾ ഒന്ന് ഓർത്തിരുന്നാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ദ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ഹാപ്പൻസ് ബിക്കോസ് ഡെത്ത് റേറ്റ് ആർ ബ്രോഡ്. അപ്പോൾ നമ്മുടെ ഇവിടെ ടെക്നോളജി ഉപയോഗിച്ച് പബ്ലിക് ഹെൽത്ത് കൺട്രോൾ മെഷേഴ്സ് അല്ലെങ്കിൽ ബെറ്റർ ന്യൂട്രീഷൻസ് ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പെട്ടെന്ന് തന്നെ ആ ഒരു ഡെത്ത് റേറ്റ്, കുറേ പേര് മരിച്ചു പോകുന്നു, നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, തടഞ്ഞിട്ട് അവരെ ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്, നമ്മൾ ഹെൽത്തി ആയിട്ട് റിമൈൻ ചെയ്യാനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. However, it takes longer for society to adjust to change and alter its reproductive behavior. നമുക്കറിയാം ഇന്ത്യ പോലെ രാജ്യങ്ങളിൽ എന്താണ് പോപ്പുലേഷൻ കുറയ്ക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ചേഞ്ചിലോട്ട്, ആ ഒരു ഇതിലോട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് അവർക്ക് ഭയങ്കര പാടായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ബർത്ത് റേറ്റ് എന്ന് പറയുന്നത് എന്ത് ചെയ്യും, കൂടി തന്നെ നിൽക്കും. ഓക്കെ,
This kind of transition was effected in Western Europe during the late 19th and early 20th century. അപ്പോൾ ഈ ഒരു സംഭവം വെസ്റ്റേൺ യൂറോപ്പിലൊക്കെ അവർ ഫേസ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഫേസ് ചെയ്യുന്ന സംഭവം മോർ ഓർ ലെസ് സിമിലർ പാറ്റേൺസ് ആർ ഫോളോവേഡ് ഇൻ ദ ലെസ് ഡെവലപ്ഡ് കൺട്രീസ് ദാറ്റ് ആർ സ്ട്രഗലിംഗ് ടു റെഡ്യൂസ് ദി ബർത്ത് റേറ്റ്. In keeping with the failing mortality rate in India too, the demographic transition is not yet complete, as the mortality rate have been reduced but the birth rate has not been brought down to the same extent. അപ്പോൾ ഇന്ത്യയിലും ഈ ഒരു ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ അത് കംപ്ലീറ്റ് ആയിട്ടില്ല. ബിക്കോസ് എന്താണ്, ഇപ്പോഴും അവിടെ എന്തുണ്ട്, ബർത്ത് റേറ്റ് ഇൻക്രീസ് ആയിക്കൊണ്ട് തന്നെ ഇരിക്കുക. ഡെത്ത് റേറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കൺട്രോൾ ചെയ്തിട്ട് അത് കുറയ്ക്കുന്നുണ്ട്. അതായത് ആൾക്കാർ മരിച്ചു പോകുന്നു, നമ്മൾ കുറച്ച് എന്താണ് പോപ്പുലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്ത് മാത്രമാണ് കൂടി നിൽക്കുന്നത്, നമ്മുടെ ബർത്ത് റേറ്റ് മാത്രം കൂടി നിൽക്കുന്ന കാരണം നമ്മുടെ ആ ഒരു ട്രാൻസിഷൻ സ്റ്റേജ് കംപ്ലീറ്റ് അല്ല. നമ്മൾ ആ ഒരു സ്റ്റേജിൽ നിൽക്കുകയാണ്. നമ്മളൊരിക്കലും ഡെവലപ്ഡ് കൺട്രി ആവുന്നത് നമ്മളിപ്പോഴും എന്താണ്, ഡെവലപ്പിംഗ് കൺട്രിയാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ എവിടെ പറയുന്നത്, യെസ്, ദ തിയറി ഓഫ് ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ എന്ന് പറയുന്ന സെക്കൻഡ് തിയറി ഓഫ് എന്താണ്, ഡെമോഗ്രഫിയുടെ രണ്ടാമത്തെ തിയറി ആയിട്ടുള്ള തിയറി ഓഫ് ഡെമോഗ്രാഫിക് ട്രാൻസിഷനിൽ പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് തിയറിനെ പറ്റിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. എന്തൊക്കെയായിരുന്നു അത്? യെസ്, ഫസ്റ്റ് തിയറി എന്ന് പറയുന്നത് നമ്മളുടെ തോമസ് റോബർട്ട് മാൽത്യൂഷ്യൻ തിയറിയും. ഇവിടെ നമ്മൾ എന്തിനൊക്കെ പറ്റിയിട്ടാണ് പറഞ്ഞത്, പോപ്പുലേഷൻ ഗ്രോത്തും അതോടൊപ്പം തന്നെ എന്താണ് നമ്മളുടെ അഗ്രികൾച്ചർ പ്രൊഡക്ഷനും കാര്യങ്ങളും സബ്സിസ്റ്റൻസ് എന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ്. പിന്നെ രണ്ടാമത്തെ തിയറി ഓഫ് ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ, ഇത് പറഞ്ഞിരിക്കുന്ന കിങ്സ്ലി ഡേവിസ് ആണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ എന്തിനാണ് ഡിസ്കസ് ചെയ്യുന്നത്, യെസ്, പോപ്പുലേഷനും അതോടൊപ്പം തന്നെ എക്കണോമിക് ഗ്രോത്തും 3 സ്റ്റേജിനെയൊക്കെ പറ്റി ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ദ തിയറീസ് ഓഫ് ഡെമോഗ്രഫി എന്ന് പറയുന്നത്. ഇപ്പോൾ ഡെമോഗ്രഫി എന്താണെന്ന് പറഞ്ഞു, 2 തിയറികൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ അത്രയും ഇതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സീ യു അഗെയിൻ, ബൈ.